ന്യൂസ് 16 കേരള. SFPR സ്നേഹാദരവ് നൽകി. പിഞ്ചുകുഞ്ഞിന്റെ തിരോധാനത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുഞ്ഞിനെ കണ്ടെത്തിയ ജില്ലാ പോലീസ് സംഘത്തിന് SFPR ജില്ലാ കമ്മിറ്റി സ്നേഹാദരവ് നൽകി. അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DYSP VV ബെന്നി, CI KT ശ്രീനിവാസൻ, SIമാരായ രഞ്ജിത്ത്, രാജു, SI സലേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധീരജ്, രാകേഷ്, പ്രജീഷ്, സുജാത, സിവിൽ പോലീസ് ഓഫീസർമാരായ സരിത, പ്രദീപ് എന്നിവരെയാണ് ആദരിച്ചത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ K മാളവിക, KP ഫാത്തിമ നുഹ, P ഫാത്തിമ നിഹില എന്നീ കുട്ടികളെ അസിസ്റ്റന്റ് കളക്ടർ അനുമോദിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, SFPR സംസ്ഥാന നേതാക്കളായ വേണു ഹരിദാസ്, BP മൊയ്തീൻകുട്ടി, ജില്ലാ നേതാക്കൾ AK ഭാവ, ബഷീർ മമ്പുറം, കുന്നത് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ MA ഖബീർ ആശംസ നേർന്നു. DYSP ബെന്നി, CI ശ്രീനിവാസൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഭാസ്കർ നിലമ്പൂർ, സുബൈർ താനൂർ, ബാബു പള്ളിക്കൽ, അലീസി മലപ്പുറം, MK ഇബ്രാഹിംകുട്ടി, MA റഹീം പള്ളിപ്പടി, ഫാരിസ് ബാബു മമ്പുറം, കടവത്ത് സൈദലവി, ഇസു ഇസ്മായിൽ, VP ഹുസൈൻ ഹാജി, KM സിദ്ദീഖ്, കുട്ടിക്ക തിരൂർ, താപ്പി കബീർ, വത്സല, സീനത്ത്, സമീറ, നാസർ പുതുക്കിടി എന്നിവരും SFPR ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി. അടുത്തതായി SFPRന്റെ ഈ സ്നേഹാദരവ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ IAS അവരുടെ അധ്യക്ഷാനുമതിയോടെ സാദരം ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ AK ബാവ, ഇവിടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ സർ, ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ എൻ്റെ റിസൾട്ട് വന്ന സമയത്ത് വീട്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സ്റ്റുഡൻ്റ് എന്നതിലുപരി ഇങ്ങനെ ഒരു സംഘടനയെ പറ്റിയിട്ടും എന്താണ് പ്രവർത്തനമെന്നും മനസ്സിലായത്. അപ്പോൾ അത് തന്നെ സൊസൈറ്റി ഫോർ പീപ്പിൾ വാക്കുകളാണ് മാഡം പറയുന്നത്. തീർച്ചയായും നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയട്ടെ. മാഡം ഒരു നല്ല നർത്തകി കൂടിയാണ്, പലർക്കും അറിയാത്ത വസ്തുതയാണ്, നല്ല നർത്തകിയാണ്. കൂടാതെ ഞങ്ങൾ ആദ്യമായി അഭിനന്ദിക്കുവാനായി ആ വീട്ടിൽ പോയപ്പോൾ ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥയായിരിക്കണം എന്നാണ് മാഡം ഞങ്ങളോട് പറഞ്ഞത്. തീർച്ചയായും വനിതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലപ്പുറം ജില്ലയിലും ഇനി സർവീസ് മാറിപ്പോകുന്ന ജില്ലയിലും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയും മാഡത്തിനെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ വ്യക്തിത്വത്തെ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ തീർച്ചയായും അവാർഡ് വാങ്ങുന്നത് 3 പേർ. ഈ പവർ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ ഗതിവിഗതികൾ മാറുമായിരുന്നു. നേരം പുലരുന്നവരെ ഉണ്ടത്തലവാന്മാരുടെ അട്ടഹാസങ്ങൾ തിരിപ്പഴുമ്പോഴും ഒരു നീതിബോധം സംരക്ഷിക്കപ്പെടുന്നത് പോലീസിൽ നിന്നാണ്. അതിനുവേണ്ടിയാണ് പോലീസ് ഒരു എക്സിറ്റ് തിരൂരങ്ങാടി. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.